സ്വഭാവ വൈകൃതമുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് പണി കിട്ടിയ ഒരു പെൺകുട്ടിയാണ് ഈ വിപഞ്ചിക എന്ന് പറയുന്ന ഒരു കുട്ടി. അപ്പോൾ ആ പെൺകുട്ടി മരിക്കുമ്പം തന്നെ പെൺകുട്ടിയുടെ കുഞ്ഞിനെയും കൂടി കൊന്നിട്ടാണ് ആ പെൺകുട്ടി മരിച്ചത്. അപ്പോൾ വളരെ എന്താ പറയുക വേദനാജനകവും വളരെ ഭീതിജനകവുമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടീനെയും കൊലപ്പെടുത്തിയിട്ടാണ് ആ പെൺകുട്ടി മരിച്ചത്. എന്താണെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാനസികമായിട്ടുള്ള അത്രയും സമ്മർദ്ദം ആയിരിക്കാം ആ കുട്ടീനെയും കൊലപ്പെടുത്തിയത്. പക്ഷേ എന്നാലും രണ്ടു പേർക്കും രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പക്ഷേ ഇത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഉണ്ടായതെന്നില്ല. അപ്പോൾ 2 ദിവസം മുന്നെയാണ് ഈ ഭർത്താവിൻ്റെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതേപോലെ കമ്മൽ പിന്നെ എന്താ പറയണ്ടേ പൊട്ടൊക്കെ തൊട്ടിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ഈ വൈകൃതമുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു സൈക്കോ ഉണ്ടാകും. സൈക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരിൽ കാണുന്ന ഓരോ സ്വഭാവങ്ങൾ. അത് അറിഞ്ഞാൽ തന്നെ അവിടുന്ന് മാക്സിമം മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പം ആണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അപ്പം തന്നെ പെൺവീട്ടുകാരോട് പെൺകുട്ടികളുടെ വീട്ടുകാരോട് അത് അറിയിക്കുക. ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിയും പിന്നെ ഈ ഒരു പെൺകുട്ടിയും കുഞ്ഞും മരിച്ചതിന് ശേഷമാണ് വീട്ടുകാർ പത്രസമ്മേളനമായിട്ടൊക്കെ ഇറങ്ങിയത്. അതിന് മുന്നേ വരെ ഒരു ആക്ഷൻ എടുക്കാനും ഇവർ നിന്നിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നടപടി എടുക്കുമ്പോഴാണ് അവിടെ ഓരോ കാര്യങ്ങളും ബ്ലോക്കാവുന്നത്. അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പലരും എന്ന് പറഞ്ഞാൽ അത്ര വരെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എന്നേനും അവരൊന്നും അനങ്ങിയിട്ടില്ല. അത് ശരിയായിട്ട് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ 2 ജീവനാണ് ഇല്ലാണ്ടായത്. അതായത് 100-200 പവൻ പിന്നെ 100-200 പവനും അതേപോലെ തന്നെ പണവും ഒക്കെ കൊടുത്തിട്ട് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരവിടെ സന്തോഷത്തോടു കൂടെ തന്നെ ജീവിക്കുന്നതെന്നില്ല, സന്തോഷവും സമാധാനത്തോടും കൂടിയാണ് ജീവിക്കുന്നതെന്നുള്ളത് ആദ്യം അറിയണം. സമാധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അല്ലാണ്ട് പണം കണ്ടിട്ട് നിങ്ങൾ എന്താ പറയണ്ടേ, ഇപ്പോൾ ഒരു പ്രണയമൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ പിന്നെ പ്രേമിക്കുന്ന ആൾക്ക് പൈസയൊന്നുമില്ല എന്ന് കണ്ടാൽ വേഗം അവരെ ഒഴിവാക്കിയിട്ട് പണക്കാരൻ്റെ കൂടെ പറഞ്ഞേക്കും, പണക്കാരൻ്റെ ഒരു ചെക്കൻ്റെ കൂടെ പറഞ്ഞേക്കും. അപ്പോൾ പകുതി മുക്കാൽ അതായത് ആ പണം ഇല്ലാത്ത ആളുടെ അടുത്ത് അത്രയും സേഫായിരിക്കും ആ കുട്ടി. അത് ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് അത്രയും സേഫായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു നല്ല ബന്ധം വന്നാൽ അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞേക്കും. അപ്പോൾ പൊതുവേ എന്നാ പറയണ്ടേ, ഇങ്ങനെയൊക്കെയാണ് ഓരോ കേസുകൾ വരുന്നത്. പിന്നെ വിസ്മയുടെ കേസിന് ശേഷം ഇതുപോലെ എത്ര സംഭവങ്ങൾ നടന്നു, എന്നിട്ടും ആരെങ്കിലും പഠിച്ചോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്ന് വെച്ചാൽ നിയമത്തിൻ്റെ പിടിപ്പുകളും പിന്നെ ഇതേപോലെയുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ളവർ എന്തും ചെയ്യാൻ മടിക്കാത്ത. കാരണം എന്ന് വെച്ചാൽ എന്നാ പറയണ്ടേ, രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ ആയിരിക്കില്ല ഇമാതിരി കളിയൊക്കെ കളിക്കുന്നുണ്ടാവുക. കാരണം അവരവരെ ഭാഗം ക്ലിയർ ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള മൊഴിയും കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. പിന്നെ ഇനിയിപ്പം ഇതുവരെ അനങ്ങാത്ത വീട്ടുകാർ ഇപ്പം സംസാരിച്ചുകൊണ്ട്